വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, യുദ്ധം അവസാനിക്കുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരുന്നു, ഞങ്ങൾ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഒരു അടവ് നയമായിരുന്നു ഇത്. പക്ഷേ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമല്ല, ഇപ്പോഴും യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തു. 1 മാസത്തേക്ക് വെടിനിർത്തൽ വേണമെന്ന് പറയുമ്പോഴും ആണവായുധമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇറാന് മുകളിൽ 15 നിബന്ധനകൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അപ്പോഴേക്കും ഇറാൻ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് അമേരിക്ക ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ തന്നെ ഞങ്ങളെ 2 വട്ടം അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പോരാതെ തന്നെ യുദ്ധം നിർത്താനായിട്ട് 5 രാജ്യങ്ങൾ രഹസ്യ ചർച്ചകൾ നിരന്തരം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ പുറത്തുവിട്ടതാണ്. അതിൽ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയും ഒമാനും ഈജിപ്തും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം നിർത്താനായിട്ട് ഇവരെ ഒരു ടേബിളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ ഇന്ത്യയിലാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ US-ന്റെ ഭാഗത്ത് നിന്ന് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഈ സാധ്യമായിട്ടുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ടേക്കാം. അത് ഇറാനും അമേരിക്കയും കൂടെ നടത്തുന്ന ചർച്ചയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോ ട്രംപിന്റെ 15 പോയിന്റ്, സമാധാനത്തിന് വേണ്ടിയുള്ള 15 പോയിന്റ്, 1 മാസത്തെ വെടിനിർത്തൽ വേണം, യുദ്ധം അവസാനിപ്പിക്കാൻ 1 മാസത്തെ അടിയന്തരമായിട്ട് വെടിനിർത്തണം എന്നാണ് ട്രംപ് പറയുന്നത്. ആണവായുധം നിരോധിക്കണം, ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്ന പ്രതിബദ്ധത പ്രകടിപ്പിക്കണമെന്ന് ട്രംപ് പറയുന്നു. ആണവ പദ്ധതി തന്നെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ആസ്ഥാനത്തിന്റെ നാശം, അതായത് നടാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തലാക്കി ഇത് സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തണം, സമ്പുഷ്ടീകരിച്ച വസ്തുക്കളുടെ കൈമാറ്റം നടത്തണം, IAEAയിലേക്കുള്ള പൂർണ്ണ പ്രവേശനം, ഇറാനുള്ളിലെ എല്ലാ വിവരങ്ങളിലേക്കും ഐക്യരാഷ്ട്രസഭയിലേക്ക് ആണവ നിരീക്ഷണ ഏജൻസിക്ക് പൂർണ്ണമായിട്ടുള്ള പ്രവേശനം അനുവദിക്കണം, മിസൈൽ പരിപാടി താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം, സൈനിക പരിമിതി, അതായത് ഇറാന്റെ സൈനിക ശേഷി സ്വയം പ്രതിരോധത്തിന് മാത്രമായി പരിമിതപ്പെടുത്തണം, പ്രോക്സി തന്ത്രങ്ങൾ ഉപേക്ഷിക്കണം, അതായത് ഇറാന്റെ സകല പ്രോക്സികളെയും ന്യൂട്രലൈസ് ചെയ്യണം, ഹോർമൂസ് കടലിടുക്ക് ഒരു സ്വതന്ത്ര കടൽ പാതയായി തുറന്നു തരണം, ആണവ ഉപരോധങ്ങളിൽ നിന്നുള്ള ആശ്വാസം വേണം. ഈ വ്യവസ്ഥകൾക്ക് പകരമായി സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം, ബുഷഹറിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഒരു സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ പിന്തുണ നൽകും എന്നാണ് പറയുന്നത്. സ്നാപ്പ് ബാക്ക് സംവിധാനം നിർത്തലാക്കണം, ഉപരോധങ്ങൾ സ്വയമേവ വീണ്ടും ചുമത്തുന്ന സ്നാപ്പ് ബാക്ക് സംവിധാനം അവസാനിപ്പിക്കണം, മധ്യസ്ഥർ, അതായത് പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് വഴി US ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യങ്ങളിൽ ഒരാവശ്യം പോലും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇതിലും ഭേദം ഇറാൻ അങ്ങ് തോറ്റു കൊടുക്കുന്നതാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എന്തായാലും ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല, യുദ്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന്. എന്ത് തോന്നുന്നു? ഈ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു, അയാൾ വായി തോന്നി ഓരോന്ന് പറയും. ഇപ്പൊ യുദ്ധം തീർത്തുമെന്ന് രാവിലെ പറയും, വൈകിട്ട് പറയും യുദ്ധം വീണ്ടും തുടങ്ങുമെന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ 5 ദിവസം, ഇറാന് കൊടുത്ത 5 ദിവസം എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവരുടെ US മറൈനുകൾക്ക് ഇറാനിൽ എത്താൻ, അതായത് ഈ പശ്ചിമേഷ്യയിലേക്ക് എത്താൻ വേണ്ട സമയമാണ് ഈ 5 ദിവസം. പെട്ടെന്ന് അവർക്ക് എത്താൻ കഴിയില്ല. നിലവിൽ 2200 സൈനികരെ ഇപ്പോൾ കൊണ്ട് രംഗത്ത് എത്തിച്ചു കഴിഞ്ഞു. ഇവരുടെ ലക്ഷ്യം കരയുദ്ധമാണ്. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഖാർഗേ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇന്ന് ട്രംപ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയ്ക്ക് ഒരു വലിയ സമ്മാനം ലഭിച്ചിരിക്കുന്നു, അത് ഇപ്പോൾ അത് ഉടനെ ലഭ്യമാകും എന്നാണ്. ഈ ഖാർഗേ ദ്വീപിനെ ഉദ്ദേശിച്ചാണ്. കാരണം ഖാർഗേ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ നട്ടെല്ലാണ് എന്ന് മാത്രമല്ല, അവരുടെ ഇറാന്റെ വജ്രം എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. കാരണം 90% ഇറാന്റെ എണ്ണ സംഭരണശാലകളും ഒപ്പം തന്നെ അവരുടെ തുറമുഖവും എണ്ണ കൊണ്ടുപോകാനുള്ള തുറമുഖവും എല്ലാം അടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ദ്വീപാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യങ്ങളുണ്ട് ധനുഷ്. കഴിഞ്ഞ ദിവസം ഈ അമേരിക്ക ഇറാനിൽ വലിയ രീതിയിൽ, ഖാർഗേ ദ്വീപിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം അവർ നടത്തിയിരുന്നു. പക്ഷെ നടത്തിയപ്പോഴും ഈ എണ്ണ പൈപ്പുകൾക്കോ ഇല്ലെങ്കിൽ സംഭരണശാലകൾക്കോ ഒന്നും തന്നെ ഒരു കേടുപാടും വരുത്തിയിട്ടില്ല അവര്. കാരണം ഇത് പിടിച്ചെടുക്കുമ്പോഴത്തേന് ഇത് നശിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് തന്ത്രപൂർവ്വം അതിനെ ഒഴിവാക്കി പകരം ഇവരുടെ സൈനിക പോസ്റ്റുകളൊക്കെ ഉണ്ട്, അതിനെ മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, അവരുടെ കരസേനയുടെ എലൈറ്റ് വിഭാഗമായ 82 എയർബോൺ ഡിവിഷനിലെ ഒരു കോമ്പാക്ട് ബ്രിഗേഡിനെ കൂടെ ഇവിടെ വിന്യസിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് അവിടെ അവർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പാരച്യൂട്ട് ഫോഴ്സിനെ കൂടെ അവര് ഈ C-130 എന്ന് പറയുന്ന അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഈ ഇത്തരം സാധനങ്ങൾ മറ്റുമൊക്കെ എത്തിക്കുന്ന പടുകുറ്റൻ വിമാനം, അതിന് വഴി പാരച്യൂട്ട് സേനയെ കൂടെ ഇവർ എത്തിക്കുന്നു. അതായത് മറൈൻ ഗ്രൂപ്പിനും അവരുടെ സേനാംഗങ്ങൾക്കും ഒപ്പം തന്നെ ഈ പറയുന്ന പാരച്യൂട്ട് ഗ്രൂപ്പിനുമൊക്കെ ഇവിടെ എത്താൻ വേണ്ട ഒരു സമയക്രമമാണ് ഈ പറയുന്ന 5 ദിവസം. അതിനുള്ളിൽ ഇവർക്കത് വിന്യസിക്കാൻ കഴിയും. ഇതിൽ തന്നെ ഈ പറയുന്ന ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സിന് ലോകത്ത് എവിടെ വേണമെങ്കിലും 18 മണിക്കൂറിൽ എത്താൻ കഴിയും. അപ്പൊ ഇവർക്ക് സമയം ആവശ്യമാണ്, കുറഞ്ഞ സമയം ഇവർക്ക് ആവശ്യമാണ്. ആ സമയത്തിന് മുന്നോടിയായിട്ടാണ് ഒരു ചെറിയ ഒരു നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങൾ യുദ്ധം തീർക്കാൻ അമേരിക്ക മുൻകൈ എടുക്കുന്നു, ഞങ്ങൾ തീർക്കാം. ഇത് ഈ തന്ത്രം
ഇറാനി തന്ത്രത്തിൽ വീണിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു രസം. കാരണം അവർക്ക് ഇത് വീഴാൻ കഴിയില്ല. ധനുഷ് പറഞ്ഞത് ശരിയാണ്. 2 വട്ടം ഇതിനു മുമ്പ് ഇവരുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ച കഴിഞ്ഞ് ആ ചർച്ചയിൽ ഒന്നും എത്തിയില്ലെന്ന് മാത്രമല്ല, അത് ഇനിയും നമുക്ക് തുടരാം. ആശാവഹമായ കാര്യമാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നതെന്ന് പറഞ്ഞ ട്രംപ് ആ രാത്രി കൊണ്ട് ബോംബിട്ടിട്ടുണ്ട് ഇറാനിൽ. ഈ ഇപ്പൊ ലാസ്റ്റ് നടന്ന യുദ്ധം എങ്ങനെയായിരുന്നു? ആ 2 കൂട്ടരും പറഞ്ഞു ശരി, നമുക്ക് യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തിയിരിക്കുന്നു, നമുക്ക് ചർച്ചകൾ തുടരാം, അടുത്ത ആഴ്ച വീണ്ടും ചർച്ച തുടരുമെന്ന് പറയുന്ന ആ ദിവസം അതിന്റെ പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പല്ലേ ഈ ഇറാന്റെ മുകളിൽ ഈ ആക്രമണം ഇവർ നടത്തി തുടങ്ങിയത്. അപ്പൊ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇതിനകത്തൊന്നും വലിയ കാര്യമുള്ളതല്ല. അത് തന്നെയല്ല ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു യുദ്ധം. ഇതിനകത്ത് ബ്രിട്ടനിലെ ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ പേര് ഫിൽ ഇൻഗ്രാം എന്നാണ്, അദ്ദേഹം പറഞ്ഞൊരു വലിയ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അമേരിക്കത്ത് പറഞ്ഞത് മറ്റൊരു വിയറ്റ്നാം ആകും, നിങ്ങൾക്ക് കരയുദ്ധത്തിൽ ഇറാനെ ജയിക്കാൻ കഴിയില്ല, നിങ്ങളുടെ 20% സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതേ കാര്യം തന്നെ ഇന്നലെ ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മറ്റൊരു വിയറ്റ്നാമായി മാറുമോ ഇറാൻ എന്ന് വെച്ചാൽ ഇല്ല, നോ എന്നാണ് അദ്ദേഹം പറയുന്നത് മുഴുവൻ. ഇവിടെ ഇതിനകത്തൊരു കരയുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല അമേരിക്കയ്ക്ക് എന്നുള്ള കാര്യം യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവിടെ ഇന്റലിജൻസ് വൃത്തങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്. അവിടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായും ഒരു കരയുദ്ധമല്ല, പകരം കാർഗിൽ ദ്വീപ് പിടിച്ചെടുക്കുക, അത് വെച്ചിട്ടൊരു വിലപേശൽ. പക്ഷെ അതൊരു ഡേഞ്ചറസ് ആയിട്ടൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തന്നെ ഇറാൻ തകർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവരുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ആയുധങ്ങൾ അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉള്ളവർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതും ഹോർമുസ് ഒരിക്കലും അടക്കരുതെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെയും ഇന്ത്യയുടെ നിലപാട് അറിയിച്ചു, ഹോർമുസ് കടൽ അടച്ചിടാൻ അനുവദിക്കരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിവരം ഈ അമേരിക്ക ഇതേ രീതിയിലാണ് സൈനിക, കാരണം സൗദിയും ഇന്നലെ ഈ മുന്നണി ചേരുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പെട്ടുപോകുന്നൊരു കക്ഷിയുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ധൃതി പിടിച്ച് ഞങ്ങളുടെ വേദിയാക്കാം, ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യൂ, സമാധാനത്തിന് ചർച്ച ചെയ്യൂ എന്ന് പറയുന്നതിന് കാരണം സൗദി ഇടപെട്ട് കഴിഞ്ഞു. ഓൾറെഡി സൗദി ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് നാറ്റോ, എന്താണ് അറബ് നാറ്റോ ഉണ്ടല്ലോ. അറബ് നാറ്റോ പ്രകാരം സൗദി ഇടപെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇടപെടാതിരിക്കാൻ പറ്റുമോ? നിലവിൽ അവിടുത്തെ ഷിയകൾ, പാകിസ്ഥാനിൽ 20% ഷിയകൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇതുവരെ അവന്മാർ മിസൈൽ ഇടാത്ത ഒരേ ഒരു സ്ഥലം പാകിസ്ഥാനാണ്. അധികം വൈകാതെ അവന്മാരുടെ കൂടെ മിസൈൽ ഒന്നും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓടി നടന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഇടനിൽ നിൽക്കാന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ തുർക്കി ഇടപെടുന്നുണ്ട്. പക്ഷെ തുർക്കിയെ മുഖവിലേക്ക് എടുക്കാനായിട്ട് മറ്റു രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാരണം തുർക്കിക്ക് വലിയ റോളില്ല. ഇവിടെയാണ് ഈ ഇന്ത്യയുടെ റോൾ. ഇതിനകത്ത് ഈ ചർച്ചകൾക്കായിട്ട് മുൻപ് വെക്കുന്ന ഈജിപ്തിനായാലും ഒക്കെ അതിനകത്ത് വലിയ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ അവരൊക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഇവരെ എല്ലാം കൂടെ തുർക്കിയല്ല ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു സമന്വയത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി മോദിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യത്തെ ഭരണാധികാരികളുടെ മികച്ച ബന്ധമാണ്. നമ്മളെ തള്ളിക്കളയാണ്ട് ഈ ഭരണാധികാരികൾക്ക് കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നാളെ നോ പറഞ്ഞ് അവിടെ കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിന് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ഇപ്പൊ ഫ്രാൻസിന്റെ അടുത്ത് മാക്രോണിനോട് ആണ് മോദി സംസാരിച്ചത്. നമ്മളുമായിട്ട് വലിയ ബിസിനസ് ഡീൽ ഉള്ള ഒരു രാജ്യമാണ്, റഫേൽ അടക്കമുള്ള ബിസിനസ് ഡീൽ ഉള്ള ഒരു രാജ്യമാണ്. അത് വേണ്ടത് വെക്കാൻ കഴിയും. അപ്പം വലിയ പവർ ഇൻഫ്ലുവൻസ് തന്നെ ഇവിടെ ചെലുത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഇവരെ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ട്രംപ് വിളിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. കാരണം ഇദ്ദേഹം ഇതൊന്നുകൂടി നാടകം കളിക്കുക, ആക്രമണം ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ എന്തായാലും യുദ്ധം തീരുന്ന ഒരു ലക്ഷണമല്ല ഇത് കാണുന്നത്. ലോക യുദ്ധത്തിലേക്ക് ഇത് പോകുന്ന ഒരു ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇന്നലെയൊക്കെ എല്ലാവർക്കും ഒരു നേരിയ ആശ്വാസം ഉണ്ടായിരുന്നു, യുദ്ധം തീരും, കാരണം ട്രംപ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആശ്വസിക്കാൻ യാതൊരു വകയുമില്ല എന്നാണ് ഇന്നത്തെ വാർത്തകൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അതിന്റെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ മണിക്കൂർ ഇടപെട്ടും വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ചാനൽ കാണുന്നവർക്ക് അറിയാം. രാവിലെ ട്രംപ് നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത് യുദ്ധം തീരാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അതിന്റെ അടുത്ത മണിക്കൂർ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയല്ല, 2000-ഓളം സേനകളെ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അതായത് മാറി മറിഞ്ഞു വരുന്നു. അതാണ് ഈ ട്രംപിന്റെ വാക്കിന് ഒരു വ്യവസ്ഥയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് ട്രംപ് മലക്കം പറഞ്ഞേക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വന്നത്. ഇറാൻ കട്ടാറായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഞങ്ങൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്നും ആവശ്യപ്പെട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഏറെക്കുറെ അവർ പറയുന്നതിന് വിശ്വസിക്കേണ്ടി വരും. കാരണം ട്രംപിന്റെ നീക്കങ്ങൾ അങ്ങനെയാണ്. അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നൽകിയിരുന്നെങ്കിൽ ട്രംപ് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ. അവരുടെ കരസേനയ്ക്ക് മറ്റുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നീങ്ങി. എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ച് തല കൊണ്ടിട്ടുപോയി, ഇനി അത് വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്, ഏത് വഴി വലിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് പ്രശ്നം. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രശ്നം എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. അതാണ് അവരുടെ പ്രശ്നം. അതായത് വെറുതെ ഒരു വെടിനിർത്തൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കത്തില്ലേ, എന്തിനായിരുന്നു പിന്നെ ഈ 10-25 ദിവസമായിട്ട് ഈ വെടിയും പുകയൊക്കെ അവിടെ ഉണ്ടാക്കിയെന്നൊരു ചോദ്യം വരും.
അപ്പം പകരം എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാലാകാലങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് പറയുന്ന ഞങ്ങൾ അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ മിസൈൽ ലോഞ്ചുകൾ ലോഞ്ച് പാടുകൾ തകർത്തു, പിന്നെ അവരുടെ ആയുധശാലകൾ തകർത്തു, അവരുടെ നേതാക്കന്മാരെ കൊന്നു. ഇതൊക്കെ കാലാകാലങ്ങളിൽ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യമില്ല. ഇതിനകത്ത് എന്താണ് പുതുമ, എന്താണ് ഒരു പുതുമ എന്നുള്ളതാണ് അതിനകത്തൊരു ചോദ്യം വരുന്നത്. ആ പുതുമയൊന്നും പറയാനില്ല. ഇപ്പൊ ഖമീനിയൊക്കൊന്നും ഒരു പുതുമയായിട്ട് പറയാൻ കഴിയില്ല, ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് പുതുമയായിട്ട് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം 2025 ജൂണിലും ഇത് തന്നെയാണ് പറഞ്ഞത്, അന്നേരം ആക്രമിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, എല്ലാം തീർത്തു എന്ന് പറഞ്ഞു. ഇതിനകത്ത് പുതുമയൊന്നുമില്ല. ഇനി പുതുമ വരണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഈ ഖാർഗെ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതാ ഞാനത് പിടിച്ചെടുത്തിരിക്കുന്നു, അവരുടെ സമ്പത്ത് എന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു, ഞാനാണ് ഇനി മുതൽ എണ്ണ കച്ചവടം ചെയ്യാൻ പോകുന്നത്, വെനിസുല പിടിച്ചെടുക്കുന്നത്, ഇത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകാൻ നിർത്താൻ പറ്റുമോ? കൊണ്ട് തലയിട്ടും പോയി ഇനി ഊരിക്കൊണ്ട് പോകാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഇപ്പൊ പുറത്തു വരുന്ന പറഞ്ഞ ഇസ്രയേലുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ആക്രമണത്തിൽ. കാരണം ട്രംപ് ഒരിടത്ത് നിന്നിട്ട് പറയുന്ന സമാധാനമാണെന്ന്. ഈ ഇസ്രയേൽ പ്ലാൻ ചെയ്യുന്ന എത്രയോ വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അവർ പറഞ്ഞ യുദ്ധം തുടരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് തമ്മിലൊരു ഏകോപനം ഇല്ലാത്തൊരു സാഹചര്യം കൂടി വരുന്ന ഒരു നിലയിൽ വരുന്നു. എനിക്ക് തോന്നുന്നു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നാറ്റോ രാജ്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ട്രംപ് പോയി പെട്ടിരിക്കുന്ന അതിനൊരു കുഴിയില്ല, അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. അവരുടെ കരാർ അനുസരിച്ച് വന്നേ പറ്റൂ. ഇപ്പൊ പെട്ടുപോയി, ഇനിയിപ്പം ഊരുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇത് ഊരിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഇടപെടും. അങ്ങനെ കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഏത് തരത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പലതിനും ഈ ഇറാനുമായിട്ട് ഒരു നല്ല ബന്ധവുമില്ല. ഇല്ലെങ്കിൽ അവരാരെങ്കിലും ഒക്കെ ഇടപെട്ടാലേ ഇത് പറഞ്ഞു തീർക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് യുദ്ധം തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.